നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ സാധ്യതകൾ ഇത്തവണ നിർണായകമാകുന്ന ഒരു വിഭാഗം, നേരത്തെ നമ്മൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ നിലപാടൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും നിർണായകമാകുന്ന വിഭാഗം അതൊന്ന് ലത്തീൻ സഭയായിരിക്കും. സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുള്ള എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഇത്തവണ കോൺഗ്രസ് പയറ്റിയ പുതിയ നയതന്ത്രം ഗുണം ചെയ്തുവെന്നാണ് UDF നേതൃത്വം കരുതുന്നത്. അതായത് സ്ഥാനാർത്ഥിത്വത്തിനായി ലത്തീൻ സഭ സമ്മർദ്ദമുയർത്തിയത് കൊച്ചി സീറ്റാണ്. എന്നാൽ ആ സീറ്റിൽ മറ്റൊരു സമുദായ അംഗത്തെ അവർക്ക് താല്പര്യമില്ലാത്ത ഒരാളെ മത്സരിപ്പിക്കുന്നു. എന്നാൽ വൈപ്പിൻ മണ്ഡലം ലത്തീൻ സഭ ആവശ്യപ്പെടാത്ത വൈപ്പിൻ മണ്ഡലം വിട്ടുകൊടുത്ത് അവിടെ ഒരു ലത്തീൻ സഭാംഗത്തെ മത്സരിപ്പിക്കുന്നു. ഇതാണ് UDF അവിടെ സ്വീകരിച്ച നയതന്ത്രം. ഫലത്തിൽ മുമ്പ് കൈമോശം വന്ന 2 സീറ്റുകളും തിരിച്ചു പിടിക്കാനാകുമെന്ന തന്ത്രമാണ് ഇതെന്നതാണ് അവർ കരുതിയത്. ഈ സ്ഥാനാർത്ഥിത്വത്തിന് പുറമെ VD സതീശൻ സഭാ നേതൃത്വവുമായി വലിയ തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ ഇത് തങ്ങൾക്ക് നേട്ടമാകുമെന്ന് UDF കരുതുമ്പോൾ ഇത് ഗുണം ചെയ്യില്ല, ഇത് UDFന് തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇടതു കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. അതായത് LDFൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് കൊച്ചിയും വൈപ്പിനും എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സാഹചര്യം. എന്ത് സംഭവിക്കും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡാനി ഇപ്പോൾ കൊച്ചിയിലുണ്ട്. ഡാനി, ലത്തീൻ സഭയെ ഒപ്പം നിർത്തുക എന്നത് UDFൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കോർപ്പറേഷനിലെ മേയർ സ്ഥാനം കൈമാറിയതടക്കമുള്ള വിഷയങ്ങളിൽ ലത്തീൻ സഭയെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. പക്ഷേ കൊച്ചി സീറ്റിൽ ഷിയാസിന് സീറ്റ് നൽകേണ്ടി വരുമ്പോൾ കൊച്ചിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഈ നയതന്ത്രം രൂപപ്പെടുന്നത് തന്നെ ഷിയാസിന് കൊച്ചി സീറ്റ് നൽകേണ്ടി വരുന്നത് കൊണ്ടാണല്ലോ. പിന്നീട് വൈപ്പിൻ വിട്ടുകൊടുക്കുന്നു. അപ്പോൾ മുഹമ്മദ് ഷിയാസ് എന്ന VD സതീശൻ്റെ വിശ്വസ്തന് വേണ്ടി കൊച്ചിയിൽ നടത്തിയ നീക്കത്തിന് വൈപ്പിനിൽ മറ്റൊരു പ്രതിരോധം ഉയർത്തി എന്നതായിരുന്നല്ലോ സാഹചര്യം. ഇത് ഗുണം ചെയ്തുവെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? സജിത്ത്, ഇത്തരമൊരു നീക്കം പൊതുവിൽ ഗുണം ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് UDF നിലവിൽ വിലയിരുത്തുന്നത്. ഈ എക്സിറ്റ് പോളുകളുടെ ചില സൂചനകളും ഏതാണ്ട് അതിലേക്ക് തന്നെയാണ് നീങ്ങുകയും ചെയ്യുന്നത്. ലത്തീൻ സമുദായം ഒരു പ്രബല സമുദായമാണെങ്കിൽ കൂടിയും നാളിതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വിലപേശൽ സ്വഭാവം ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടമാക്കുന്നത്. അത് ഒരു സീറ്റിൽ മാത്രമല്ല, എറണാകുളം സീറ്റിൽ എന്ന് പറയുന്നത്, എറണാകുളം സീറ്റിൽ എല്ലാ മുന്നണികളും തന്നെ ലത്തീൻ സമുദായത്തെ തന്നെയാണ് പരിഗണിക്കുന്നത്. അതിൽ കഴിഞ്ഞ നാളുകളായിട്ട് അത് തന്നെയാണ് അനുവർത്തിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും ചില ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് മറ്റാരെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു മാറ്റം വരുത്തിയിട്ടുള്ളൂ. പക്ഷേ കോൺഗ്രസ് ഒരിക്കലും ആ സമവാക്യം തെറ്റിച്ചിട്ടില്ല. ഇടതുമുന്നണിയാകട്ടെ അതിലേക്ക് തന്നെയാണ് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം സമയത്തും തീരുമാനമെടുത്തിട്ടുള്ളത്. പക്ഷേ എറണാകുളം മണ്ഡലത്തിന് അപ്പുറത്തേക്ക് ഇതാദ്യമായി വലിയ രീതിയിൽ തന്നെ വിലപേശലുകൾ നടന്നത് കൊച്ചിയിലാണ്. കൊച്ചി രൂപത തന്നെ ഇതിനെ പരസ്യമായ രീതിയിൽ തന്നെ രംഗത്ത് വരികയാണ് ചെയ്തത്. കാരണം തങ്ങൾക്ക് സമുദായ അംഗം വേണമെന്ന് മാത്രമല്ല, അത് കൊച്ചിയിൽ നിന്ന് തന്നെ കൊച്ചി രൂപതാംഗം തന്നെ വേണമെന്ന രീതിയിലേക്ക് അവർ വലിയ ആവശ്യം ഉന്നയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൽ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ് കോൺഗ്രസ് UDF നീങ്ങിയത്. കാരണം അവിടെ മുഹമ്മദ് ഷിയാസിനെ, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമുദായ അംഗങ്ങളെ തന്നെ ഭൂരിഭാഗം വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കാരണം അവിടെ ഏതാണ്ട് 1,30,000-ലധികം ലത്തീൻ വോട്ടുകൾ തന്നെയുണ്ട്. കൊച്ചി രൂപതയും അതോടൊപ്പം തന്നെ ആലപ്പുഴ രൂപതയും ചേരുന്നതാണ് കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പുറത്ത് വൈപ്പിൻ മണ്ഡലത്തിൻ്റെ സാധ്യതകൾ ഇത്തവണ ഒന്ന് മാറ്റി ഒരു പുതിയ ചേരുവ പരീക്ഷിക്കാനായിട്ട് UDF തീരുമാനിക്കുന്നത്. അവിടെ ധീവര സഭയ്ക്കും അതോടൊപ്പം തന്നെ ഈഴവ സഭയ്ക്കുമാണ്, ധീവര സമുദായത്തിനും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തിനുമാണ് അവിടെ കൂടുതലായൊരു വോട്ട് ഷെയർ എന്നെല്ലാം തന്നെ പറയുവാനായിട്ട് ഉള്ളത്. നാളിതുവരെയും ആ രീതിയിലുള്ള പരിഗണനയാണ് മുന്നണികൾ അവിടെ നൽകുകയും ചെയ്തത്. പക്ഷേ അവിടെ ലത്തീൻ സമുദായത്തിന് അതോടൊപ്പം തന്നെ ഈ സിറോ മലബാർ സഭയ്ക്കും ചില പ്രാതിനിധ്യമുണ്ട്. അത് അങ്ങനെ ഒരു ചിതറപ്പെടുന്ന ഒരു രീതിയിൽ ആ വോട്ട് ബാങ്ക് അങ്ങനെയുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചില പരീക്ഷണങ്ങൾ നടത്താമെന്ന രീതിയിലേക്ക്, ക്രിസ്ത്യൻ സമുദായത്തെ തന്നെ നൽകിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്താമെന്ന രീതിയിലേക്കാണ് UDF ഇത്തവണ തന്ത്രങ്ങൾ മെനഞ്ഞത്. അവിടെ വൈപ്പിൻ മണ്ഡലം എന്ന് പറയുന്നത് കോട്ടപ്പുറം രൂപതയുടെയും എറണാകുളം വരാപ്പുഴ അതിരൂപതയുടെയും കീഴിൽ വരുന്ന മേഖലയാണ് ഈ വൈപ്പിൻ മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ടോണി ചമ്മണിയെ അങ്ങോട്ട് നിൽക്കുന്നു. കൊച്ചിയിൽ നിന്ന് മത്സരിപ്പിക്കാൻ ലത്തീൻ സമുദായാംഗമായ ടോണി ചമ്മണി അവിടെ നിയോഗിക്കപ്പെടുകയാണ്. ഏതാണ്ട് അത് വർക്ക് ചെയ്തു എന്ന രീതിയിൽ തന്നെയാണ് UDF വിലയിരുത്തുന്നത്. വലിയ രീതിയിൽ 80-ന് മുകളിലേക്ക് അവിടെ വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അത് എല്ലാവരുടെയും കണക്കുകൂട്ടലിൽ തെറ്റിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് പ്രധാനമായും പറയുന്നത് ഇങ്ങനെയൊരു കൺസോൾട്ടേഷൻ അവിടെ വന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. ആ രീതിയിൽ മുന്നേറാനായിട്ട് കഴിയുകയാണെങ്കിൽ
വൈപ്പിൻ ഉറപ്പിക്കുന്നതിനൊപ്പം തന്നെ കൊച്ചിയും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന രീതിയിൽ തന്നെ ചില വിലയിരുത്തലുകളാണ് UDF-നുള്ളത്. കാരണം കൊച്ചിയിലും വോട്ടിംഗ് നിരക്ക് ഉയർന്നിട്ടുണ്ട്. കൊച്ചിയിൽ നേരിട്ടുള്ള ഇടപെടലുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തിയിരുന്നു. കാരണം കൊച്ചി രൂപത അംഗങ്ങളെ, അതായത് പ്രത്യേകിച്ച് ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ടുള്ളവരെ നേരിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ, കാരണം തൻ്റെ വിശ്വസ്തനായ VD സതീശൻ്റെ വിശ്വസ്തനായ മുഹമ്മദ് ഷിയാസാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത, കാരണം ഷിയാസിനെ ഇട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഷിയാസിനെ വിജയിപ്പിക്കേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം വന്നു ചേരുന്നതും VD സതീശനിൽ തന്നെയാണ്. അപ്പോൾ ഈ സമവാക്യങ്ങളുടെ കാര്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കൊച്ചി രൂപതയെ പരിഗണിച്ചില്ല എങ്കിൽ കൂടിയും തൊട്ടടുത്ത ഇടങ്ങളിലെല്ലാം തന്നെയും ഒരു ലത്തീൻ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ തങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും തങ്ങളെ കൈവിടാതിരിക്കുക എന്നത് മാത്രവുമല്ല, അപ്പുറത്ത് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴ രൂപതയ്ക്ക് ആവശ്യമായ പ്രാതിനിധ്യം അവിടെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചി രൂപത മാത്രം ആ രീതിയിൽ പിണങ്ങരുത് എന്നതെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് UDF വിലയിരുത്തുന്നത്. ആ രീതിയിലാണെങ്കിൽ വൈപ്പിനിൽ വിജയം നേടുന്നതിനൊപ്പം തന്നെയും കൊച്ചിയിലും വിജയം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് UDF നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇതിന് നേരെ അവിരുദ്ധമായിട്ടാണ് ഇടതുമുന്നണി പറയുന്നത്. കാരണം ഈ രീതിയിലുള്ള എതിർഭാഗത്തും ഇങ്ങനെയൊരു കൺസൾട്ടേഷൻ വന്നിട്ടുണ്ട്. അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നൊരു വിശ്വാസത്തിലാണ് അവരും നിലനിൽക്കുന്നത്. എന്തായാലും ഇനി 2 ദിവസത്തെ താമസമേ ഉള്ളൂ ഇതെന്തെന്ന് അറിയാനായിട്ട്. സജിത്ത്. എന്തായാലും ഡാനി പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ലത്തീൻ നയതന്ത്രം വിജയം കണ്ടോ എന്ന കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാത്തിരിക്കാം. ഈ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിൻ്റെ തന്ത്രമായിരുന്നു. അത് ഏത് രീതിയിൽ പ്രതിഫലിച്ചു എന്ന കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.